ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. ഈ വർഷം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരത്ത് നിന്ന് മഹീന്ദ്ര വേൾഡ് സിറ്റിയിലുള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസിൽ ക്യാമ്പസ് പ്ലേസ്ഡ് ആയത് 5 വിദ്യാർത്ഥികൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. 500-ലേറെ എംപ്ലോയീസ് ഉള്ള ഒരു ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനി ആണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ട്രെയിനിങ് പീരീഡിൽ they will be getting only 14,000 rupees stipend because they are engineer trainee ആയിട്ടാണ് തുടക്കം. അങ്ങനെയാണ് എടുത്തത്. ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് CNC മെഷീൻ ആണ്. CNC മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ടാണ് ജോലി കൊടുത്തത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ 5 പേരും ജോലി റിസൈൻ ചെയ്തു, വീട്ടിലേക്ക് പോയി. ഇപ്പം മാസങ്ങളായി വീട്ടിലിരിക്കുന്നു. റിസൈൻ ചെയ്യാനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് അത് ഒരു വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. വർക്ക് ലോഡ് കൂടുതലാണത്രേ. ഓക്കെ, ഒരു ഓപ്പറേറ്റർ തന്നെ 3 മെഷീൻ ഓപ്പറേറ്റർ ചെയ്യണം അത്രേ. ഞാൻ അവരോട് ചോദിച്ചു, ആസ് ആൻ ഓപ്പറേറ്റർ വാട്ട് ഇസ് യുവർ ജോബ്? സർ, 3 മെഷീൻ ഞാൻ ഒരാൾ തന്നെ നോക്കണം, CNC മെഷീൻ. ഞാൻ പറഞ്ഞു, അത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് മെഷീൻ അല്ലേ CNC മെഷീൻ. CNC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കലി കൺട്രോൾഡ് മെഷീൻസ്. എവറിഥിങ് ഈസ് കൺട്രോൾഡ് ബൈ ദി കമ്പ്യൂട്ടർ. അപ്പോൾ അത് നോക്കിയാൽ പോരെ. നോക്കിയ ഡൽഹി മെട്രോക്ക് ദർ ഇസ് നോ പൈലറ്റ്, എൻജിൻ ഡ്രൈവർ ഇല്ല അവർക്ക്. കാരണം വണ്ടി ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. ആ വണ്ടി ഓടിക്കോളും, അതിൻ്റെ വേണ്ട സ്ഥലത്ത് നിർത്തിക്കോളും, വീണ്ടും പോയിക്കോളും, എടുക്കും, സ്റ്റാർട്ട് അത് പോയിക്കോളും. ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് എവരിത്തിങ്. വേണമെങ്കിൽ ഒരു പൈലറ്റിന് അവിടെ ഇരിക്കാം. ഇറ്റ് ഈസ് ഓൺലി ഫോർ സാറ്റിസ്ഫൈങ് ദി പബ്ലിക്, അല്ലാണ്ട് അവിടെ പൈലറ്റിന്റെ ആവശ്യമില്ല. സിമിലർലി ദേ ആർ ഡൂയിങ് ദ പ്രോഗ്രാമിംഗ്, ഡൂയിങ് ദ ഓപ്പറേഷൻ, ബട്ട് ദ മെഷീൻ ഈസ് ടോട്ടലി പ്രോഗ്രാംഡ്. അത് 3 മെഷീൻ നോക്കണം, ഇതാണ് അവരുടെ ജോബ്. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ വർക്ക് ലോഡ്? സർ, 8 hours അവിടെ നിൽക്കണ്ടേ? നോക്കണം, മെഷീൻ നോക്കണം അവർ, നോട്ട് മോർ ദാൻ ദാറ്റ് എനി ജോബ്. ഐ റിയലി സർപ്രൈസ്ഡ്. കമ്പനിക്കുള്ളിൽ 8 മണിക്കൂർ ചെലവഴിക്കാൻ ഇവർക്ക് കഴിയില്ല. ഒരു മാസം കൊണ്ട് 5 എഞ്ചിനീയർമാരും ജോലി ഉപേക്ഷിച്ചു, ഇപ്പം വീട്ടിലിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഒരു മാസം കൊണ്ട് എന്താ പഠിച്ചത്? CNC പ്രോഗ്രാം, CNC മെഷീൻ ആണല്ലോ, അതിന്റെ പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയോ? സർ, അതിനൊക്കെ പ്രോഗ്രാമർമാരില്ലേ, ഞങ്ങളെന്തിനാ അത് നോക്കുന്നത്? അവർ ചെയ്തോളൂല്ലേ പ്രോഗ്രാം. നോക്കി, ചിലർ അങ്ങനെയാ. തുടക്കം മുതൽ തന്നെ തിരിയുന്ന കസേലയിൽ ഇരുന്നിട്ട് ആ AC റൂമിൽ ഇരിക്കുന്ന എഞ്ചിനീയർ ആണ് ഈ ബിടെക് കഴിയുമ്പോൾ ഇവരുടെ മനസ്സിലുള്ളത്. അത് സാധിക്കുന്നില്ല. കാരണം ഒന്നും അറിയാതെ ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് എങ്ങനെയാ തിരിയുന്ന കസേല കൊടുക്കുക? അവർക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ് ഉണ്ടാക്കണ്ടേ? ആ ഫാക്ടറിയിൽ അവർ ഓരോ മെഷീനിലേക്ക് മാറി മാറി കൊടുക്കാൻ നോക്കിയതാ. ഫസ്റ്റിൽ കൊടുത്തത് CNC മെഷീൻ. അത് അപ്പം തന്നെ 8 മണിക്കൂർ അവർക്ക് നിൽക്കാൻ വയ്യ. നോക്കി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തും GC തൃശ്ശൂരും TKM-ലും പോലും വളരെ കുറച്ച് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമേ, വിദ്യാർത്ഥികൾക്ക് മാത്രമേ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്നുള്ളൂ. എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പത്തനാപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറും ഫാക്കൽറ്റീസും ഈ പ്ലേസ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് അവർക്ക്. നോക്കി, വൈകി 2011 മാത്രം തുടങ്ങിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് പത്തനാപുരം എഞ്ചിനീയറിംഗ് കോളേജ്. അവർ കഴിയുന്നത്ര വേഗത്തിൽ മുൻനിരയിൽ എത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. നോക്കി, ഏഷ്യയിലെ തന്നെ പ്രസിദ്ധമായ മഹീന്ദ്ര സിറ്റിയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അവരെത്തിച്ചു. ചുറ്റും നിറയെ മറ്റ് MNC കമ്പനികളാണ് ശരിക്കും. അതിലെ ഒരു ഫാക്ടറിക്കുള്ളിൽ ഈ അധ്യാപകർക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമല്ലേ? നോക്കിയേ, ഫാക്ടറിക്കുള്ളിൽ എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട് അല്ലേ? ബുക്കിൽ പഠിച്ചതും പ്രാവർത്തികമായി അവിടെ നടക്കുന്നതും തമ്മിൽ എന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ മനസ്സിലാക്കാനുണ്ടാവും ശരിക്കും? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? കരിയർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇട്ടെറിഞ്ഞ് പോരാൻ കാരണം. നോക്കി, നോ അൾട്ടിമേറ്റ് ഗോൾ ഫോർ ദം. ഇനിയിപ്പം വീട്ടിലിരിക്കും, ഒരു 4-5 വർഷം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇനിയോ എൻട്രി വളരെ വിഷമായിരിക്കും. കോളേജിൽ നിന്ന് എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഫാക്ടറിയിലേക്ക് എൻട്രി കിട്ടാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നേരത്തെ ഇരിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം, മാരേജ് പ്രായമായിട്ടും ഇതുവരെ ഒരു ജോലിക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ കുതിരക്ക് വിങ്കറുകൾ ഘടിപ്പിക്കും. കാരണം അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും കാണാതിരിക്കാൻ, കാരണം അറ്റൻഷൻ മാറാതിരിക്കാൻ.
70,000 സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ച് കിടക്കുന്ന മഹീന്ദ്ര സിറ്റിയിലെ ഒരു ഇൻഡസ്ട്രി, 100 കണക്കിന് മെഷീൻസ് ഉള്ള ഇൻഡസ്ട്രി. പക്ഷേ ഇവർ കണ്ടത് 3 മെഷീൻ, CNC മെഷീൻ മാത്രം. കാരണം വർക്കിംഗ് ടൈമിൽ ഫുഡ് ഫ്രീ ആയതുകൊണ്ട് ക്യാൻറ്റീനും കണ്ടു. ഇതാണ് അവർ കണ്ടത്. അതിലപ്പുറത്തേക്ക് അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ആകരുത്. ഫാക്ടറിക്കുള്ളിൽ എത്തുക എന്നത് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം. അതാണ് ആ അധ്യാപകർ ചെയ്തു തന്നത്. പിന്നീട് പിടിച്ചു കയറേണ്ടത്, ഉയരങ്ങൾ കീഴടക്കേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരാണത് ചെയ്യേണ്ടത്. അവിടെയാണ് ദാറ്റ് യു ഹാവ് ടു അപ്ലൈ യുവർ സ്കിൽ. എൻ്റെ നാട്ടിൽ ഒരു ജീപ്പ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ കുറേ ജീപ്പ് ഡ്രൈവർമാർ, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഇപ്പൊ എല്ലാവരും കുറെ പേർക്ക് പ്രായമായി. അന്ന് മുതലേ അന്നും ഇന്നും എന്നും അവർ ജീപ്പ് ഡ്രൈവർമാർ മാത്രമാണ്. അതിന് 2 പേര് പിന്നീട് സ്കൂൾ ബസ്സിൽ ഡ്രൈവർമാരായിട്ട് കയറി. അതിലിടയ്ക്ക് ബസ് ഡ്രൈവിംഗ് നേരത്തെ അറിയുന്നവർക്ക് ബസ് ഡ്രൈവർമാരായി കയറി. ഇപ്പം മാസത്തിൽ 8,000 രൂപക്ക് സ്കൂൾ ബസ്സിൽ വർക്ക് ചെയ്യുന്നു. ഇതിൽ ആ കൂട്ടത്തിലെ ഡ്രൈവർമാരിൽ ഒരുത്തൻ വ്യത്യസ്തനായി. അവൻ അതിലിടയ്ക്ക് ഡിഗ്രി പാസ്സായി, PG പാസ്സായി. ഇപ്പം മലപ്പുറത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. വ്യത്യസ്തനായി ഷസർ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന്. ഡോണ്ട് റിപ്പീറ്റ് ലൈക്ക് ദിസ്. കേപ്പിന്റെ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഓപ്പറേറ്ററായി ജോലിക്ക് കയറി ഉയരങ്ങൾ കീഴടക്കിയ ഒരു മിടുക്കനെ, ടോപ്പിലെത്തിയ ഇവരെ പോലെ തന്നെ ഓപ്പറേറ്ററായിട്ട് കയറി ഉയരങ്ങൾ കീഴടക്കി ലോകത്തിന്റെ നെറുകയിലെത്തിയ ഒരു മിടുക്കനെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ അവരെ കാണിച്ചു തരാം. നോട്ട് ഷോർട്ട് കട്ട് ഫോർ സക്സസ്. വർക്ക് ഹാർഡ് ആൻഡ് അച്ചീവ് ദ ഗോൾ. താങ്ക് യു ഫ്രണ്ട്സ്. സീ യു അഗെയിൻ.